ഹലോ എവരി വൺ, ഇതൊരു 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. ഈ കേക്കിന് എനിക്ക് ഓർഡർ തന്നിട്ടുണ്ടായിരുന്നത് എൻ്റെ നൈബറാണ്. നൈബറിൻ്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടി ഓർഡർ തന്നിട്ടുണ്ടായിരുന്ന കേക്കാണിത്. കസ്റ്റമറിന് ഒരു ഡിമാൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബേബിയുടെ ഡ്രസ് കളർ ആയിരിക്കണം കേക്കിന് കൊടുക്കേണ്ടതെന്ന്. ഡിസൈനൊക്കെ ആൾ പറഞ്ഞത് എൻ്റെ ഇഷ്ടത്തിന് കൊടുക്കാനായിരുന്നു. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറേ നാളായി. ഇപ്പം ഈ കേക്ക് ചെയ്യുന്ന പുള്ളിക്കാരിക്ക് 2 വയസ്സാവാറായി. ഇപ്പോഴാണ് എനിക്കിത് പോസ്റ്റ് ചെയ്യാനുള്ള സമയം കിട്ടിയത്. ആക്ച്വലി ഇത് എടുത്ത് വെച്ചിട്ട് ഒരുപാട് നാളായി. എപ്പോഴും പോസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ എടുക്കും, എന്നിട്ട് പിന്നെ മടിക്കും. പോസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം കിട്ടാറില്ല. അങ്ങനെ അത് പോസ്റ്റ് ചെയ്യാൻ പറ്റാതാവും. ഇന്നെങ്കിലും ഈ വീഡിയോ എനിക്ക് പോസ്റ്റ് ചെയ്യണം. ഇതെൻ്റെ സെക്കൻഡ് വീഡിയോ ആണ്. ഫസ്റ്റ് വീഡിയോ ഇതിനു മുമ്പേ ഓൾറെഡി ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സെയിം കളർ തന്നെ എനിക്ക് കേക്കിന് കൊടുക്കാൻ പറ്റി. ആൾ കേക്കിൻ്റെ കളർ കണ്ടിട്ട് ആൾക്ക് ഭയങ്കര സന്തോഷമായി. ആളുടെ ബേബിയുടെ ഡ്രസ്സിൻ്റെ സെയിം കളറായിരുന്നു കേക്കിന്. കേക്ക് പ്ലെയിനായിട്ട് ചെയ്യാമെന്നായിരുന്നു ആദ്യം എൻ്റെ പ്ലാൻ. പിന്നെ വിചാരിച്ച് കുറച്ച് ഡ്രിപ്പിംഗ് കൂടെ കൊടുക്കാമെന്ന്. എൻ്റെ ഡ്രിപ്പിംഗ് ഇച്ചിരി കട്ടിയായിപ്പോയി. അതുകൊണ്ട് അത് താഴോട്ട് ഒലിച്ച് തരാനൊക്കെ അതിന് കുറച്ച് മടിയുണ്ടായിരുന്നു. പിന്നെ ഞാൻ അതിൻ്റെ പുറത്തൂടെ തന്നെ കുറച്ചും കൂടെ ഇതായിട്ട് കൊടുത്തപ്പോൾ ഇച്ചിരിയൊക്കെ വന്നു. എൻ്റെ ഡ്രിപ്പിങ്ങിന് അത്ര താഴോട്ട് നല്ല നീളം ഉണ്ടായിരുന്നില്ല. മുകളിൽ തന്നെ ഡ്രിപ്പിംഗ് അങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ്. ഇച്ചിരി കൂടെ അതിൻ്റെ പുറത്തൂടെയൊക്കെ കുറച്ചും കൂടെ ഡ്രിപ്പിംഗ് കൊടുത്ത് അതിനെ ഇച്ചിരി താഴോട്ട് വരുത്തിയിട്ടുണ്ട്. പിന്നെ റോസറ്റ നോസിലിട്ടിട്ട് കുറച്ച് ഫ്ലവേഴ്സും കൂടെ മുകളിൽ, റോസ് ഫ്ലവേഴ്സും കൂടെ മുകളിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത്രയും മതി എന്ന് വിചാരിച്ച് ഫ്രിഡ്ജിലോട്ട് കേക്ക് എടുത്ത് വെക്കാൻ പോയപ്പോഴാണ് എനിക്ക് തോന്നിയത് താഴെയും കൂടെ എന്തെങ്കിലും ഡിസൈൻ കൊടുക്കാമെന്ന്. എന്നിട്ട് ആ സെയിം നോസിൽ തന്നെ ബാക്കിയുണ്ടായിരുന്ന ക്രീമും കൂടെ ഇത് ചെയ്തിട്ട് ആ നോസിൽ വെച്ച് തന്നെ താഴെയും കൂടെ ഡിസൈൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതാണ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിൽ കുറച്ച് ഞാൻ സിൽവർ ബോൾസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടോപ്പറും 1 എന്നുള്ള ക്യാൻഡിലും ആഡ് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റാണ് ഞാൻ ആലോചിച്ചത് പേര് എഴുതിയില്ലെന്ന്. അങ്ങനെ ഞാൻ ചോക്ലേറ്റിൽ പേരും കൂടെ എഴുതി താഴെ വെച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.